My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 336 ഈ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. ഓറം ആഴ്സനിക്കം. രണ്ട് പ്രധാനപ്പെട്ട ഔഷധങ്ങളുടെ ഒരു സംയോജനം എന്ന നിലയിൽ തന്നെ ഈ ഒരു ഔഷധത്തിന് വളരെയധികം പ്രാധാന്യവും പ്രയോഗസാധ്യതയുമുണ്ട്. കെൻ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരു മെനി സൈഡഡ് റെമഡി, ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഔഷധങ്ങളിലെ ഒരു ബഹുമുഖ പ്രയോഗസാധ്യതയുള്ള, ബഹുമുഖ ലക്ഷണങ്ങളുള്ള ഒരു ഔഷധമാണ് ഓറം ആഴ്സനിക്കം. അർബുദത്തിൻ്റെ സവിശേഷമായ ചില സാഹചര്യങ്ങളിൽ, സിഫിലിസിൻ്റെ വളരെ രൂക്ഷമായ വിവിധ ഭാവങ്ങളിൽ, രൂപങ്ങളിൽ, തലച്ചോറിനെ ബാധിക്കുന്ന, നാഡികളെ ബാധിക്കുന്ന സിഫിലിസിൻ്റെ അവസ്ഥയിൽ, അതുപോലെ ലൈംഗികമായ അരാജകത്വം, അമിത ലൈംഗിക പ്രക്രിയകൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ തകർച്ച, ക്ഷീണിതാവസ്ഥ തുടങ്ങി നിരവധി രോഗാവസ്ഥകളിൽ വളരെയധികം ഉപയോഗസാധ്യതയുള്ള, വളരെ വിചിത്രവും വൈവിധ്യമാർന്നതുമായ, വളരെ രസകരമായ പല ലക്ഷണങ്ങളുമുള്ള ഒരു ഔഷധമാണിത്. നമുക്ക് കെൻ്റ് അതിനെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ സിംപ്റ്റംസ് ഓഫ് ദിസ് റെമഡി പ്രസൻസ് ദംസെൽസ് ഇൻ മോർണിംഗ്, ഇൻ ഫോർനൂൺ, ഈവനിങ്, ഡ്യൂറിങ് ദ നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ഈ ഔഷധത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രയോഗത്തിനുള്ള സ്കോപ്പ്, സാധ്യത സാമാന്യം വിശാലമാണ്. പ്രഭാതത്തിൽ, ഉച്ചയ്ക്ക് മുമ്പ്, സായാഹ്നത്തിൽ, സന്ധ്യയ്ക്ക്, രാത്രിയിൽ, അർദ്ധരാത്രിക്ക് ശേഷം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആഴ്സനിക്കത്തിൻ്റെയും ഓറത്തിൻ്റെയും ലക്ഷണങ്ങൾ അവിടെ ചേർന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാം. ദ സിംപ്റ്റംസ് ആർ വേഴ്സ് ഇൻ ഓപ്പൺ എയർ. തുറസായ വായുവിൽ ലക്ഷണങ്ങൾ മോശമാകുന്നു. വേഴ്സ് ഇൻ കോൾഡ് എയർ, തണുത്ത വായു. തുറസായ വായു പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കവാറും തന്നെ തണുത്ത വായു കൂടി ആയിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ അത് രണ്ട് തരത്തിൽ തന്നെ വരും, ആഫ്റ്റർ മിഡ് നൈറ്റ്. പക്ഷെ അതേസമയം വളരെ വിചിത്രമായ ലക്ഷണം ഞാൻ പറയാൻ കാരണം, ഈ ഓപ്പൺ എയറിൽ ആൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഈ തുറസായ ഈ വായുവിനോട്, ഓപ്പൺ എയറിനോട് ഓറം ആഴ്സനിക്കും രോഗിക്ക് ഒരു അഭിനിവേശവുമുണ്ട്. തുറസായ വായു നടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രയാസങ്ങളുണ്ടാവും ആ സമയത്ത്. ഇതേപോലെ വിചിത്രമായൊരു ലക്ഷണം വേറെയും വരുന്നുണ്ട്. വേഴ്സ് ഓൺ അസെൻഡിങ്. ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, ഒരു കുന്ന് കയറുമ്പോൾ, ചവിട്ടുപടിയിൽ കയറുമ്പോൾ ഒക്കെ സ്ഥിതിഗതി മോശമാകുന്നു. അസ്ലീപ് ഫീലിംഗ് ഇൻ സിംഗിൾ പാർട്സ്. ശരീരത്തിൻ്റെ ഒറ്റപ്പെട്ട ഭാഗങ്ങൾ, ചിലപ്പോൾ കയ്യിലോ കാലിലോ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ആ ഭാഗങ്ങൾ ഉറങ്ങിപ്പോയതായിട്ട്, ആ ഭാഗം മാത്രം ഉറങ്ങി മയങ്ങിപ്പോയതായിട്ടുള്ളൊരു തോന്നൽ. സെൻസേഷൻ ഓഫ് എ ബാൻഡ് അറൗണ്ട് പാർട്സ്. ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു കെട്ടിയ പോലെ, മുറുക്കി കെട്ടിയ പോലെയുള്ള തോന്നൽ. ഇറ്റ് ഇസ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ ക്യാൻസറസ് അഫക്ഷൻസ്, ഇൻ എപ്പിത്തീലിയോമ, ഇൻ കാരീസ് ഓഫ് ബോൺ, വേഴ്സ് ഇൻ കോൾഡ്, വെറ്റ് വെതർ. അപ്പോൾ തണുപ്പ് സമയത്തും ഈർപ്പമുള്ള കാലാവസ്ഥയിലും വർദ്ധിക്കുന്ന ആ സ്വഭാവമുള്ള അർബുദവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, ത്വക്കിലുണ്ടാകുന്ന മുഴകളിൽ, അസ്ഥിയിലുണ്ടാകുന്ന പോടുകൾ, ദ്രവിച്ചുണ്ടാകുന്ന പോടുകളിൽ, അത്തരം അവസ്ഥകളിലൊക്കെ വളരെയധികം ഉപയോഗമുള്ള ഔഷധങ്ങളിൽ, വെറുതെ ഉപയോഗമൊന്നുമല്ല, ഏറ്റവും അധികം ഉപയോഗമുള്ള ഔഷധങ്ങളിലൊന്നാണ് ഓറം ആഴ്സനിക്കം. ഇറ്റ്സ് എ യൂസ്ഫുൾ റെമഡി ഇൻ മെനി കൈൻഡ്സ് ഓഫ് കൺവൾഷൻസ്. ഇനി വലിച്ചുകോച്ചലുകൾ, പലതരത്തിലെ വലിച്ചുകോച്ചലുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. ക്രോണിക് സ്പാസംസ് വിത്ത് കോൺഷ്യസ്നസ്. ബോധത്തോടു കൂടി ഉണ്ടാകുന്ന വലിച്ചുകോച്ചലുകൾ, ആളിങ്ങനെ ആകെ ഒലയ്ക്കുന്ന തരത്തിലുള്ള, എന്ന സമയം ബോധം നഷ്ടപ്പെടുന്നില്ല, അപസ്മാരം പോലെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നില്ല, ബോധത്തോടു കൂടി. എപ്പിലെപ്റ്റിഫോം, എപ്പിലെപ്സിക്ക് സമാനമായ തരത്തിൽ അങ്ങനെയും വരാം. ഹിസ്റ്റീരിക്കൽ, ആകെ ഒരു വിഭ്രാന്തി, മനോവിഭ്രാന്തി ഉള്ളൊരു തരത്തിൽ വരാം. ഇനി ഡ്രോപ്സി ഓഫ് ദി എക്സ്ട്രീമിറ്റീസ് ആൻഡ് ക്യാവിറ്റീസ്. കൈകാലുകളിൽ സൈനസ്, അതേപോലുള്ള പൊള്ളയായ ഭാഗങ്ങളിൽ നീര് കെട്ടിയൊരവസ്ഥ.
ദ സിംറ്റംസ് ആർ വേഴ്സ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിക്കുന്ന സമയത്തും കഴിഞ്ഞ ശേഷവും ലക്ഷണങ്ങൾ വർദ്ധിക്കും. ദ ബോഡി അമീഷിയേറ്റ്സ്, ശരീരം ശോഷിക്കുന്നു. കംപ്ലൈൻസ് കം ആഫ്റ്റർ ഓൺ സ്ലൈറ്റ് എക്സേർഷൻ ആൻഡ് ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ്, ചെറിയൊരു അധ്വാനം, ഒരു തണുത്ത പാനീയങ്ങൾ കുടിക്കൽ, ഇതിനുശേഷം ഇയാളുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. ഫോമിക്കേഷൻ ഓൾ ഓഫ് ദ ബോഡി, ശരീരം മുഴുവൻ പുഴുവും ഉറുമ്പും ഒക്കെ നിറക്കുന്ന പോലുള്ളൊരു തോന്നൽ. ദ ബോഡി ആൻഡ് ലിംസ് ഫീൽ ഹെവി, ശരീരം മുഴുവനും കൈകാലുകളുമൊക്കെ ആകെ ഭാരത്തിൻ്റെ അനുഭവം. ഇൻഡ്യൂറേഷൻ ഈസ് എ കോമൺ ഫീച്ചർ. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കല്ലിച്ചു പോവുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ്. ഇൻ ഗ്ലാൻസ്, ഗ്രന്ഥികളിലാണ് പൊതുവെ വരുന്നത്. ക്യാൻസറസ് ഇൻഡ്യൂറേഷൻ, കല്ലിച്ചിട്ട് അത് അർബുദത്തിൻ്റെ സ്വഭാവം ഉണ്ടാക്കുന്ന കല്ലിപ്പുകൾ. എല്ലാ കല്ലിപ്പുകളാണെന്നില്ല, ചില കല്ലിപ്പുകൾ ചിലരിൽ ചില സവിശേഷ ആരോഗ്യാവസ്ഥകൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളിൽ അത് ക്യാൻസറസ് ആകാം. അത്തരം അവസ്ഥകളിലൊക്കെ ഓറം ആഴ്സനിക്കം ഉപകരിക്കും. ഇൻഫ്ലമേഷൻ ആൻഡ് കഞ്ചഷൻ ഇൻ മെനി പാർട്സ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വിവിധ ഭാഗങ്ങളിലൊക്കെ വീക്കമുണ്ട്, നീര് കെട്ടിയ അവസ്ഥയുണ്ട്. ഇൻ മ്യൂക്കസ് മെംബ്രെയിൻസ്, ശ്ലേഷ്മസ്തരങ്ങളിൽ, ബോൺസ് അസ്ഥികളിൽ, ഗ്ലാൻസ് ഗ്രന്ഥികളിൽ, പെരിയോസ്റ്റിയം അസ്ഥിയുടെ ആവരണത്തിൽ. മാർക്ക്ഡ് ഫിസിക്കൽ ഇറിറ്റബിലിറ്റി, ശാരീരികമായ ഒരു അസ്വസ്ഥത, വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ടുള്ള ശരീരം കൊണ്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്യണം. ഡിസൈർ ടു ലൈ ഡൗൺ, ഇനി മറ്റൊരു വിചിത്രമായ ലക്ഷണത്തിലേക്കാണ് കണ്ടു പോകുന്നത്. കിടക്കാനുള്ള മോഹമുണ്ട്, കിടക്കണം. പക്ഷേ ലൈങ് ബ്രിങ്സ് ഓൺ ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് മെനി സിംപ്റ്റംസ് ആർ വേഴ്സ് ലൈങ്. കിടക്കുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകുന്നു. പക്ഷേ അയാൾക്ക് കിടക്കണമെന്നുള്ള മോഹമുണ്ട് താനും. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമവൃത്തത്തിലാകുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. മ്യൂക്കസ് മെംബ്രെയിൻസ് ആർ മച്ച് അഫക്റ്റഡ്, ശ്ലേഷ്മസ്തരങ്ങൾ വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. നംബ്നെസ് ഓഫ് മെനി പാർട്സ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മരവിച്ച പോലുള്ളൊരു തോന്നലുണ്ട്. ഇൻ സഫറിങ് പാർട്സ്, വിശേഷിച്ചും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഭാഗത്ത്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭാഗത്ത് മരവിച്ച പോലെ. ഓർഗാസംസ് ഓഫ് ബ്ലഡ്, രക്തം പല ഭാഗങ്ങളിലേക്കും ഇരച്ചുകയറുന്നു. ദർ ആർ പെയിൻസ് ഓഫ് ഓൾ കൈൻഡ്സ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാത്തരം വേദനകളും ഉണ്ടാകുന്നു. പെയിൻസ് ഇൻ ബോൺസ് ആൻഡ് ഗ്ലാൻഡ്സ്, അസ്ഥികളിൽ, ഗ്രന്ഥികളിലൊക്കെ വേദന. അതെങ്ങനെയാണ്? ബോറിങ്, ബ്രൂയിസ്ഡ്, ബേണിങ്, കട്ടിങ്, പ്രസ്സിങ് ഇൻ ഇന്റേണൽ പാർട്സ്, സ്റ്റിച്ചിങ്, ടിയറിങ്, എല്ലാത്തരം വേദനകളും. അതിൻ്റെ ഒരു സവിശേഷമായ ഇന്ന വേദന എന്ന് പറയണമെന്നില്ല. പെയിൻലെസ് പാരാലിസിസ്, തളവാദം പോലെ ഉണ്ടാകാം, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വേദനയില്ല. ഈസ് യൂസ്ഫുൾ ഇൻ ബ്രോക്കൺ ഡൗൺ ആസ് വെൽ ആസ് ഇൻ പ്ലഥോറിക് പീപ്പിൾ, ആകെ തകർന്ന അവസ്ഥയിലുള്ളവർക്ക്, ആകെ പൊണ്ണത്തടിയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ളവരിലൊക്കെ ഇത് വളരെ ഉപകരിക്കും. സ്ട്രോങ് ഇന്റേണൽ പൾസേഷൻ, ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിങ്ങല്, പൾസേഷൻ, സ്പന്ദനങ്ങൾ, വളരെ ശക്തമായ ആന്തരിക സ്പന്ദനങ്ങൾ, വിങ്ങല്. ദ പൾസ് ഇസ് ഫാസ്റ്റ്, ഇറഗുലർ, സ്മോൾ, വീക്ക്. അപ്പം ഈ സ്പന്ദനം പലതരത്തിലുണ്ടാകാം, വേഗത്തിലുണ്ടാകാം, ക്രമം തെറ്റിയുണ്ടാകാം, ചെറുതായിട്ടുണ്ടാകാം, ക്ഷീണിതമായിട്ടുണ്ടാകാം. ഇനി എക്സേർഷൻ ഓഫ് ഹറി ലൈക്ക് റണ്ണിങ് ഈസ് ഇമ്പോസിബിൾ, ഓടൽ പോലുള്ള അധ്വാനങ്ങളൊക്കെ അസാധ്യമാണ്. ജനറൽ സെൻസിറ്റീവ്നെസ്, പൊതുവെ ആൾ വളരെ സംവേദനക്ഷമതയുണ്ട്. സെൻസിറ്റീവ് ടു പെയിൻ, വേദനകളോ വല്ലാതെ സംവേദനക്ഷമതയുണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേദനയൊക്കെ ഉണ്ടാകാണ്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് നമ്മൾ ചിന്തിക്കണം. സിംറ്റംസ് റിസംബിൾ പേഴ്സൺസ് മച്ച് ഡെബിലിറ്റേറ്റഡ് ബൈ സെക്ഷൽ എക്സസസ് ആൻഡ് വൈസസ്, ലൈംഗികമായ അരാജകത്വം, അമിതമായ ലൈംഗിക പ്രക്രിയ വഴി രഹസ്യമായിട്ട് നടത്തുന്ന ലൈംഗിക പ്രക്രിയ എന്ന് വെച്ചാൽ, രഹസ്യമായിട്ട് നടത്തുന്ന വെച്ചാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു സേഫ് ആയിരിക്കണമെന്നില്ല. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗാവസ്ഥകളുള്ളവരുമായി ഉള്ള ശാരീരിക ബന്ധവും അവിടെ വരാം. അപ്പോൾ ഒരു സിഫിലിസിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ഉണ്ട് എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിക്കണം. അപ്പം അങ്ങനെ ആകെ തകർന്ന അവസ്ഥ. ദ സിംറ്റംസ് ആർ പ്രൊഡോമിനൻ്റ്ലി റൈറ്റ് സൈഡഡ്, ലക്ഷണങ്ങൾ കൂടുതലും വലതുവശത്താണ് കാണുന്നത്. സിംറ്റംസ് കമോൺ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങുന്ന സമയത്ത് ലക്ഷണങ്ങൾ വരുന്നു. നേരത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങിയ ശേഷം ഉറക്കുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈസ് ബെറ്റർ ഇൻ സമ്മർ ആൻഡ് വേഴ്സ് ഇൻ വിന്റർ, വേനൽക്കാലത്താൾ മെച്ചമാണ്, തണുപ്പ് കാലത്താളുടെ സ്ഥിതി മോശമാകുന്നു. ദ ഗ്ലാൻസ് ആർ സ്വോളൻ,
ഗ്രന്ഥികളൊക്കെ വിങ്ങി വീർത്തു വരുന്നു. ഇറ്റ്സ് വൺ ഓഫ് അവർ മോസ്റ്റ് യൂസ്ഫുൾ റെമഡീസ് ഇൻ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് സിഫിലിസ്. സിഫിലിസിന്റെ വല്ലാതെ വഷളായ അവസ്ഥകളിൽ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളിലൊന്നാണ് ഓറം ആഴ്സനിക്കം. നെർവസ് സിഫിലിസ്, നാഡിയെ ബാധിക്കുന്ന സിഫിലിസ്. ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം, തലച്ചോറിലെ നാഡികളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലക്ഷണങ്ങൾ ഓർക്കുക. അത്തരം അവസ്ഥകളിൽ ഓറം ആഴ്സനിക്കം ഉപകരിക്കും. ജനറൽ അഗ്രിവേഷൻ ഫ്രം ടച്ച്, സ്പർശനത്തിലൂടെ പൊതുവെ ഇയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ട്രംബ്ലിംഗ് ഇൻ പോർട്സ്, ഓരോരോ ഭാഗങ്ങളായിട്ട് വിറയിൽ വരാം. അൾസറേഷൻ ഓഫ് ഗ്ലാൻസ് വിത്ത് മാർക്ഡ് ഇൻറ്റുറേഷൻ, വല്ലാതെയുള്ള കല്ലിക്കല്, ഗ്രന്ഥികൾ വല്ലാതെ കല്ലിച്ചിട്ട് അവിടെ വ്രണങ്ങൾ വരാം. ഇൻ ക്യാൻസറസ് കണ്ടീഷൻസ്, അർബുദമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളിലും ഇത്തരം കല്ലിപ്പും വ്രണങ്ങളും വരുന്ന സാഹചര്യങ്ങൾ. സിംറ്റംസ് അപ്പിയർ ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിന് ശേഷം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. വേർഡ്സ് ഫ്രം അൺകവറിംഗ് ദ ബോഡി, ശരീരത്തിലെ ആവരണങ്ങൾ പുതപ്പോ വസ്ത്രമോ മാറ്റുമ്പോൾ, വിശേഷം തണുപ്പ് കാലത്ത്. ഇവിടെ അത്രയ്ക്ക് ഉണ്ടാകണമെന്നില്ലത്. വൈൽ വാക്കിംഗ്, നടക്കുന്ന സമയത്ത്. വേർഡ്സ് വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, തുറസായ വായുവിൽ നടക്കുമ്പോൾ ലക്ഷണങ്ങൾ മോശമാകുന്നു. വാക്കിംഗ് ഫാസ്റ്റ്, വേഗത്തിൽ നടക്കുമ്പോൾ പ്രശ്നം മോശമാകുന്നു. വാക്കിംഗ് ഇൻ ദ വിൻഡ്, കാറ്റടിക്കുമ്പോൾ നടക്കുമ്പോൾ പ്രശ്നമുണ്ടാകുന്നു. മാർക്ക്ഡ് ജനറൽ വീക്ക്നെസ്, പൊതുവെയുള്ളൊരു ക്ഷീണിതാവസ്ഥ വളരെ ശ്രദ്ധേയമായി ഓറം ആഴ്സനിക്കത്തിലുണ്ട്. ഇൻ ദ മോർണിംഗ്, അത് പ്രഭാതത്തിൽ. ഫ്രം മെന്റൽ എക്സേഷൻസ്, മാനസിക അധ്വാനം കൊണ്ടുവരുന്നു. ഫ്രം ഫിസിക്കൽ എക്സേഷൻ, ശാരീരികമായ അധ്വാനം കൊണ്ടുവരുന്നു. വേറിനെസ്, ആകെ തളർന്ന അവസ്ഥ. വേഴ്സ് ഇൻ വിൻഡി വെതർ ആൻഡ് ഇൻ വിന്റർ, ശീതകാലത്ത് കാറ്റുള്ള കാലാവസ്ഥകളിൽ ഓറം ആഴ്സനിക്കത്തിൻ്റെ സ്ഥിതി മോശമാകുന്നു. ആബ്സെന്റ് മൈൻഡഡ്, ഈ മാനസിക ലക്ഷണങ്ങൾ. ആകെ ശരീരമുള്ളത് മനസ്സില്ല, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ചാൽ പുള്ളി എന്താണ് ചോദിച്ചതെന്ന് പോലും കേട്ടു കാണില്ല. ഈസിലി ആങ്കേർഡ് വിത്ത് കംപ്ലൈൻസ് ഫ്രോം ആങ്കർ, എളുപ്പം ദേഷ്യം വരുന്നു. ഈ ദേഷ്യം കൊണ്ട് ഇയാൾക്ക് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നു. ആങ്കർ വിത്ത് സൈലന്റ് ഗ്രീഫ്, ദേഷ്യപ്പെടുന്നു, പിന്നീട് നിശബ്ദനായി, ദുഃഖിതനായി, ദുഃഖിതയായി, ദുഃഖത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യും, നിശബ്ദമായിരിക്കുകയും ചെയ്യും. പക്ഷെ എളുപ്പത്തിൽ ദേഷ്യം വരികയും ചെയ്യാം. ഫ്രം കോൺട്രഡിക്ഷൻ, പറയുന്നതിന് എതിർത്ത് കഴിഞ്ഞാൽ, പറയുന്നതിന് അംഗീകരിച്ചില്ലെങ്കിൽ, പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇയാൾക്ക് പ്രശ്നം ഉണ്ടാകും. ഹി സഫേഴ്സ് ഫ്രം ആംഗ്വിഷ്, വല്ലാതെ മനോവ്യഥ അനുഭവിച്ച് അതുകൊണ്ട് അയാൾക്ക് വല്ലാതെ പ്രയാസമുണ്ടാകുന്നു. ആങ്സൈറ്റി ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ഉത്കണ്ഠ ഈ രോഗിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഓഫ് കോൺഷ്യസ്, അയാളുടെ ബോധത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, തൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമോ, താൻ മാഡായിട്ട് ഒരു ഭ്രാന്തിലേക്ക് പോകുമോ എന്നുള്ള ചിന്ത. സിഫിലിറ്റിക് ആണെന്ന് ഓർക്കണം, ആ സിഫിലിറ്റിക് നേച്ചറാണ് അവിടെ കിടക്കുന്നത്. വിത്ത് ഫിയർ, അതിനോടൊപ്പം ഭയം. എബൌട്ട് സാൽവേഷൻ, ആത്മരക്ഷയെക്കുറിച്ചുള്ള ഭയം, മരിച്ച ശേഷം ആത്മാവ് രക്ഷപ്പെടുമോ അല്ലെങ്കിൽ നശിക്കുമോ എന്നൊക്കെയുള്ള ആ മതസംബന്ധമായ പ്രയാസങ്ങളും അയാൾക്കുണ്ട്. അത് മനസ്സിനെ ബാധിച്ചു എന്നുള്ളതിന് തെളിവാണത്. കാരണം മതവും ഈ ആത്മരക്ഷയൊക്കെ അയാളുടെ പരിശീലനത്തിലൂടെ, വായനയിലൂടെ, സാഹചര്യങ്ങളിലൂടെയൊക്കെ വരുന്ന കാര്യമാണിത്. അപ്പോൾ മനസ്സ് കറപ്റ്റ് ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരാം. ഇൻക്ലൈൻ ടു ക്രിട്ടിസൈസ് ആൻഡ് ഫൈൻഡ് ഫോൾട്ട് വിത്ത് എവരിബഡി, എല്ലാവരെയും വിമർശിക്കാൻ, എല്ലാവരിലും കുറ്റം കാണാനുള്ളൊരു പ്രവണത. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിന് മനസ്സിലായ ആശയക്കുഴപ്പം. ഓവർ കോൺഷ്യസ്നസ്, സാമാന്യത്തിലധികമായ അവബോധം, അതായത് അനാവശ്യമായിട്ട് അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക എന്നൊക്കെ പറയുന്നത് അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. കോൺട്രറി, പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നു, എതിർവാദങ്ങൾ ഉന്നയിക്കാം, എതിരായിട്ട് ചിന്തിക്കാം, എതിരായിട്ട് സംസാരിക്കാം. ഡിസയേഴ്സ് ഡെത്ത്, മരണം ആഗ്രഹിക്കുന്നു, മരണത്തിന് വേണ്ടി ഉള്ള വല്ലാത്ത അഭിവാഞ്ച. ഡെലിറിയസ് അറ്റ് നൈറ്റ്, രാത്രി വല്ലാതെ ഉത്കണ്ഠ, വല്ലാതെ വിഭ്രാന്തി. അപ്പോൾ മനസ്സിനെയും ഇച്ഛാശക്തിയെയും ഈ ഔഷധം ബാധിക്കുന്നു. അപ്പോൾ ഓറം ഇതിലുണ്ടെന്ന് വിചാരിക്കുക, ആശ്രയിക്കൊണ്ട് രണ്ടിൻ്റെയും സ്വഭാവം കാണിക്കും. ഡെല്യൂഷൻസ്, അല്ലാതെ മായാചിന്തകൾ, വിചാരങ്ങൾ, വിഭ്രാത്മക ചിന്തകൾ. എബൌട്ട് അനിമൽസ്, മൃഗങ്ങളെക്കുറിച്ച്. തിങ്സ് ഹി ഹാസ് ഡൺ റോങ്, താനെന്തോ തെറ്റ് ചെയ്തു എന്നുള്ള ചിന്ത. ഇല്യൂഷൻസ് ഓഫ് ഫാൻസി, ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു, ഓരോ മായാലോകത്തിൽ, ഒരു സങ്കല്പ ലോകത്തിലായി പോകുന്നു. ഡെസ്പയർ, നിരാശ, ആകെ നിരാശപ്പെട്ടു പോകുന്നു. ഡ്യൂറിങ് ചിൽ, അല്ല തണുപ്പിൻ്റെ സമയത്ത്, കുളിരും പനിയൊക്കെ വരുന്ന സമയത്ത്. വിത്ത് പെയിൻ, വേദനയൊപ്പം ഉണ്ട്. പീരിയോഡിക്കൽ, നിശ്ചിത കാലയളവിൽ ഈ ഒരു അവസ്ഥ വരാം. ഓഫ് റിക്കവറി,
താൻ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്ക, ഭയം, റിലീജിയസ് മതസംബന്ധമായുള്ള ഉത്കണ്ഠയും മറ്റൊക്കെ ഉണ്ടാകാം. എക്സൈറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റഡ്, വല്ലാതെ ഉത്തേജിതയാകുന്നു, വല്ലാതെ നിരാശപ്പെട്ടു പോകുന്നു. എക്സൈറ്റ്മെന്റ് ഡ്യൂറിങ് ചിൽ, കുളിർമ്പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വല്ലാതെ ഉത്തേജിതാവസ്ഥ. സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം മെന്റൽ എക്സേർഷൻ, മാനസികമായ അധ്വാനം കൊണ്ട്, വ്യായാമം കൊണ്ട് ഇത്തരം ലക്ഷണങ്ങളൊക്കെ വർദ്ധിക്കും. എക്സാൾട്ടേഷൻ ഓഫ് ഫാൻസി, അതായത് ഒരു സങ്കല്പ ലോകത്തിൽ ഇയാളിങ്ങനെ വെറുതെ അഭിരമിക്കുകയല്ല, അതിലിങ്ങനെ വല്ലാതെ ആനന്ദിക്കുകയും അതിൽ തന്നെ വല്ലാതെ മുഴുകുകയും. എക്സാൾട്ടേഷൻ, അതിലിങ്ങനെ വല്ലാതെ മുഴുകി ആനന്ദിച്ചു പോകുന്നു. ഈ പ്രായോഗിക ചിന്തയിൽ നിന്നും ഈ യഥാർത്ഥ ലോകത്തിൽ നിന്നുമൊക്കെ അയാൾ അത്രക്ക് വേർപെട്ട് അകന്നു പോകുന്നു. ഫിയർ, ഭയം, ഈവനിങ് ആൻഡ് നൈറ്റ്, സായാഹ്നത്തിൽ രാത്രിയിലൊക്കെ ഭയം ഈ രോഗിയെ വേട്ടയാടുന്നു. ഇൻ എ ക്രൗഡ്, ആൾക്കൂട്ടത്തിൽ, ഓഫ് ഡെത്ത്, മരണത്തെക്കുറിച്ച്, ഓഫ് ഈവിൾ, ദുഷ്ടശക്തികളെക്കുറിച്ച്, ഭൂതപ്രേത പിശാചുക്കളെക്കുറിച്ചൊക്കെ സാങ്കല്പികമായ ഒരു വിധത്തിൽ മതസംബന്ധമായ ഭയം. ഓഫ് പീപ്പിൾ, ജനങ്ങളെ ഭയം. എലോൺ, ഒറ്റക്കായിരിക്കുമ്പോൾ ഭയം. ആൾക്കൂട്ടത്തെയും മനുഷ്യരെയും ഭയമുണ്ട്, ഒറ്റക്കായിരിക്കുമ്പോഴും ഭയമുണ്ട്. നിരവധി ഔഷധങ്ങളിൽ ഈ ഒരു കോൺട്രാക്ടറി ലക്ഷണം വരുന്നുണ്ട്. ഫോർഗെറ്റ്ഫുൾ ആൻഡ് ഈസിലി ഫ്രൈറ്റൻഡ്, അല്ലാതെ മറന്നു പോകുന്നു, എളുപ്പത്തിൽ ഞെട്ടുന്നു. ഹി സഫേഴ്സ് ഫ്രം ഗ്രീഫ്, ദുഃഖം ഇയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഗ്രീഫ്, മനോവേദ അനുഭവിക്കുന്നു, ഒക്കെ ആംഗ്വിഷ്, ഗ്രീഫ് ഒക്കെ ഇയാളുടെ മനസ്സ് വല്ലാതെ പ്രശ്നം. ഹിസ്റ്റീരിക്കൽ ഡിസ്പോസിഷൻ ആൻഡ് കണ്ടക്ട്, അയാളുടെ ഒരു പ്രവണത, അയാളുടെ പ്രവൃത്തിയെല്ലാം വിഭ്രാന്തി ഉണ്ടാക്കുന്നതാണ്. ഡിസോർഡർലി മെത്തേഡ്സ് ആൻഡ് പെർവേർട്ടഡ് ഡിസൈഡ്സ്, അതായത് ഒരു കാര്യം ചെയ്യുന്ന രീതി അത് ക്രമത്തിലായിരിക്കും, ക്രമരഹിതമായിട്ട് ഒരു കാര്യം ചെയ്യും. അത് കാണുമ്പോൾ നമുക്ക് വിചിത്രമായിട്ട് തോന്നാം, വിഭ്രാന്തിയാണെന്ന് തോന്നാം. പെർവേർട്ടഡ് ഡിസൈഡ്സ്, അയാളുടെ മോഹങ്ങൾ വല്ലാതെ തെറ്റായ വഴിയിലേക്ക് പോയതാണ്. അത് അമിതമോ അനാശാസ്യമോ ഒക്കെ ആകാം അയാളുടെ മോഹങ്ങൾ. നെഗ്ലക്ട്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ചിൽഡ്രൻ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അയാളുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നു. ഇറ്റ് ഈസ് എ മെനി സൈഡഡ് റെമഡി, ബഹുമുഖ ഔഷധം, ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബഹുമുഖ ഔഷധമാണിത്. എന്റങ്ങനെ പറയണമെങ്കിൽ വെറുമ്പാക്കൊക്കെ എനിക്ക് പറയാറില്ല, അതിന് തക്കതായ കാരണം അവിടെ ഉണ്ടാകും. ഐഡിയാസ് അബണ്ടൻസ്, വളരെ അത്യധികമായ ആശയ ധാരാളിത്തം. എനിക്ക് ഇങ്ങനത്തെ ചില വ്യക്തികളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചില ആളുകളെ ബാബുചേട്ടത്ത് കൊണ്ടുപോയി വളരെ ഫലപ്രദമായി ചികിത്സിച്ചിട്ടുണ്ട്. ഒരു കേസ് വളരെ ടിപ്പിക്കൽ കൽക്കേറിയ കേസായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എനിക്കിപ്പോഴും അറിയാം. അല്ലാതെ ആശയങ്ങൾ, സംസാരത്തിന് മുഴുവൻ ആശയങ്ങളാണ്. പല ആശയങ്ങളും ബാലിശമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പറഞ്ഞാൽ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുക. ചില ആശയങ്ങൾ വളരെ പ്രൊഫൗണ്ടായിരിക്കാം, പ്രായോഗികമായിരിക്കാം, പക്ഷെ ഭൂരിപക്ഷം ആശയങ്ങളും ഇയാൾക്ക് നടത്താൻ പറ്റാത്തതോ അതുകൊണ്ട് വലിയ ഉപകാരവും ഇല്ലാത്തതോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ആശയങ്ങളുടെ ഒരു സമൃദ്ധി കാണാം. അത് വളരെ, എനിക്ക് 2-3 കേസുകളുണ്ട്. ഒരു കേസ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെയാണ്. ആ കേസിൽ വളരെയധികം ശമനം ഉണ്ടായി. അത് കുറേയൊക്കെ പ്രായോഗിക ബുദ്ധിയിലേക്ക് വരികയും അയാളൊരു ജോലിയിൽ ഏർപ്പെട്ട് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും ജീവിച്ചു പോകുന്നുണ്ട്. ക്ലിയർ മൈൻഡഡ്, മനസ്സ് വളരെ വളരെ ക്ലിയറാണ്, വളരെ വ്യക്തതയുള്ള മനസ്സാണ്. ഇംബസിലിറ്റി, ഇംപേഷ്യൻസ്, ഇൻഡോളൻസ്, ഈവൻ മാർക്ഡ് ആവേർഷൻ ടു വർക്ക് ഓർ ഇൻഡസ്ട്രീസ് ആൻഡ് ലവ്സ് ഇൻ ആക്ടിവിറ്റി. മനസ്സ് കണ്ടോ, ആകെ ഒരു മനസ്സ് മന്ദീഭവിച്ച അവസ്ഥയുണ്ട്. വല്ലാതെ ഇംപേഷ്യൻ്റ് ആണ് ആള്, വല്ലാതെ അയാൾ ഒരു അക്ഷമത കാണിക്കുന്ന ആളാകാം, ഇൻഡോളൻ്റ് ആകാം, മനസ്സിങ്ങനെ മന്ദിച്ച് മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയാകാം. ജോലിയോട് വല്ലാതെ മടി കണ്ടു. ഇനി അതിന് വിരുദ്ധമായ ഒരവസ്ഥ, വളരെ വിചിത്രമായ ലക്ഷണങ്ങൾ ഞാൻ പറയാം. കാരണം ഇൻഡസ്ട്രീസ് ആൻഡ് ലവ്സ് ആക്ടിവിറ്റി, വല്ലാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, സൃഷ്ടിപരമായി ചെയ്തുകൊണ്ടിരിക്കണം. പ്രവൃത്തികളോട് വലിയ ഇഷ്ടം, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ മടിയും ഇനാക്ടിവിറ്റിയും മടിയും എപ്പോഴും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു നേച്ചറും രണ്ടും ഇതിൽ വരാം. സാൻറ്റി ഓഫ് ഫെനാറ്റിക്സ്, സാങ്കല്പിക ലോകം, നമ്മൾ നേരത്തെ കണ്ടു ഫാൻസിന് ആ ഒരു സാങ്കല്പിക ലോകത്തിൽ വന്നിട്ട് അയാളുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. ഒരു പ്രായോഗിക ലോകത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും അയാൾ വിട്ടുപോയി. ഓഫ് ഡ്രങ്കാർഡ്സ്, മദ്യപാന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. റിലീജിയസ്, മതപരമായ സങ്കല്പങ്ങൾ. മതഭ്രാന്തം എന്ന് പറയില്ല, അത് വെറും വാക്കല്ല, വാസ്തവത്തിൽ ചികിത്സ വേണ്ട കേസുകളാണ് പല മതഭ്രാന്തികളും.
ഇറസൊല്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എക്സ്ട്രീം ഇറിറ്റബിലിറ്റിയോ, അല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നു. എക്സ്ട്രീം അങ്ങേയറ്റമാണ് ഇറിറ്റബിലിറ്റിയുടെ. അതൊക്കെ ഒരു വിഭ്രാന്തിയുടെ ഒരു പല മുഖങ്ങളാണത്. ഓൾട്ടർനേറ്റിംഗ് വിത്ത് ചിയർഫുൾനെസ്, ചിലപ്പോൾ വല്ലാതെ സന്തോഷം, ഈ വല്ലാതെ അസ്വസ്ഥയും ചിലപ്പോൾ വല്ലാതെ സന്തോഷവും മാറി മാറി വരാം. ഡ്യൂറിങ് ചിൽ, ഈ പനിയും കുളിരൊക്കെ വരുന്ന സമയത്താണ്. വെൻ സ്പോക്കൺ ടു, നമ്മൾ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ. ലാമെന്റിങ്, ലോക്കാസിറ്റി ആൻഡ് ലോട്ടർ, അവിടെയും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എപ്പോഴെങ്കിലും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ വല്ലാതെ അമിത സംസാരം, ചിലപ്പോൾ വല്ലാതെ ചിരി. ഇതൊക്കെ ഒരു വിഭ്രാന്തിയുടെ ലക്ഷണങ്ങളാണ്. ലോത്തിങ് ഓഫ് ലൈഫ്, ജീവിതത്തോടും മടുപ്പ്, ജീവിതം മടുത്തുപോയി. മലീഷ്യസ്, എല്ലാത്തിലും കുറ്റം കാണുന്നു, മനസ്സാകെ ദുർചിന്തകൾ വരുന്നറിയുന്നു. മാനിയ, വിഭ്രാന്തി. മെമ്മറി ആക്റ്റീവ്, സ്മരണ, ഓർമ്മകൾ വളരെ ശക്തമാണ്. ഇനി അത് നേരെ തിരിച്ചു വരാൻ വീക്കുമാകാം, അതായത് ക്ഷീണവുമാകാം. ഒബ്സ്റ്റിനേറ്റ് ആൻഡ് ഈസിലി ഒഫൻഡഡ്, കടുംപിടുത്തക്കാരനാണ്, കടുംപിടുത്തക്കാരിയാണ്. എളുപ്പം മനസ്സ് മുറിഞ്ഞു പോകും എന്ന് എതിർത്ത് പറഞ്ഞാൽ ആളാകെ ഒഫൻഡഡ് ആകും. അത് മെന്റൽ ഫ്രസ്ട്രേഷൻ, മനസ്സാകെ ക്ഷീണിച്ച് തളർന്നു പോകുന്നു. കോറൽസം, വഴക്കാളിയാണ്. റിമോഴ്സ്, ആകെ മുഖം കറുപ്പിച്ചിരിക്കുന്നു. റിപ്രോച്ചസ് ഹിംസെൽഫ് ഫോർ ഹാവിങ് ഡൺ റോങ്, ചെയ്തത് തെറ്റിപ്പോയി, താൻ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു, തന്നെ തന്നെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. റിപ്രോച്ചസ് അതേഴ്സ് ഫോർ ഇമാജിനറി ഇഞ്ചുറി, സാങ്കല്പികമായ മുറിവുകൾ, തന്നെ മുറിവുകൾ ശാരീരികമോ മാനസികമോ ആകാം, ഇഞ്ചുറി. അതിനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ദ്വേഷിക്കുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, വിമർശിക്കുന്നു. ഇൻസൈൻ റിസർവ്, ഇൻസൈൻ റിസർവ് എന്ന് പറയുന്നത് അമിതമായി വില കയറ്റി. ഇപ്പം ലേലം ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ ഒരു ലിറ്റററി മീനിങ് അതാണ്. ലേലം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് ഉണ്ടല്ലോ, അത് അമിതമായിട്ട് ഉയർത്തി വെക്കുക. അത് ചില കുബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കുബുദ്ധി കൊണ്ട് കാര്യങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് കയറ്റി, വിലയൊക്കെ അല്ലാതെ കയറ്റി വെക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. റെസ്റ്റ്ലെസ്നെസ്, അതിന് അസ്വസ്ഥനാണ്. രാത്രിയിൽ ആങ്സൈറ്റി, ഉത്കണ്ഠയുണ്ട്. സാഡ്നെസ് ഇൻ ദ ഈവനിങ്, സന്ധ്യയിൽ വല്ലാതെ ദുഃഖിതയായിരിക്കുന്നു. ഫ്രം സപ്രസ്ഡ് മെൻസസ്, സ്ത്രീകളിൽ ആർത്തവം പുറത്തു വരാതെ, ആർത്തവ രക്തം വരാതെ, ആർത്തവം അമർത്തപ്പെട്ട സാഹചര്യങ്ങൾ, ബോധപൂർവ്വം അമർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്തിട്ട് മനസ്സിനെ ബാധിച്ചിട്ട് ദുഃഖിതയായി തീരുന്നു. ഡ്യൂറിങ് പെർസ്പിറേഷൻ, വിയർക്കുന്ന സമയത്ത്. ഓവർ സെൻസിറ്റീവ് ടു നോയ്സ്, ടു വോയിസസ്, ഒച്ചയോട്, ശബ്ദങ്ങളോട് വല്ലാതെ സംവേദനക്ഷമത. മെന്റൽ സിംറ്റംസ് ഫ്രം സെക്ഷൽ എക്സസ് ആൻഡ് ഫ്രം സീക്രട്ട് വൈസ്, നേരത്തെ കണ്ടു. അമിതമായ ലൈംഗിക പ്രക്രിയകൾ, രഹസ്യ ലൈംഗിക വീഴ്ചകൾ, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ കണ്ടു. ശരീരമാകെ തകർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. അതേസമയം മാനസിക ലക്ഷണങ്ങളും അതുകൊണ്ട് വരുന്നു. ഷ്രീക്കിംഗ്, വല്ലാതെ കരഞ്ഞു പിടിക്കാം. പ്രൊലോങ്ഡ് പീരിയഡ്സ് ഓഫ് സൈലൻസ്, വല്ലാതെ കരഞ്ഞു പിടിക്കും, കുറേ നേരം മിണ്ടാതിരിക്കുകയും ചെയ്യും. ഭ്രാന്തിൻ്റെ അവസ്ഥകൾ. വാണ്ടറിങ് സ്പീച്ച്, സംസാരം പല പല വിഷയങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആളില് അബണ്ടന്റ് ഐഡിയാസ് പറഞ്ഞില്ലേ, ആശയ സമൃദ്ധി, അയാൾക്ക് ഈ ഒരു രീതി ഉണ്ടായിരുന്നു. സംസാരം ഇങ്ങനെ ഒന്നിൽ നിന്ന് വിട്ട് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആവേഷൻ ടു ബീയിങ് സ്പോക്കൺ ടു, അങ്ങോട്ട് സംസാരിക്കുന്നതേ ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള ആളുകളുണ്ട്. സൂയിസൈഡൽ ഡിസ്പോസിഷൻ, ആത്മഹത്യാ പ്രവണത, അയാളുടെ പ്രവണത ആത്മഹത്യക്കുള്ള പ്രവണതയാണ്. ഡ്യൂറിങ് പെർസ്പിറേഷൻ, ഈ പെർസ്പിറേഷൻ നമ്മുടെ നാട്ടിൽ വിയർക്കൽ സാധാരണ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പാശ്ചാത്യ നാടുകളിൽ, തണുപ്പ് രാജ്യങ്ങളിൽ വിയർക്കുക എന്നൊരു വളരെ ചുരുക്കം, വളരെ അസുലഭമായ സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതാണ് വിയർക്കൽ. അത് ചിലപ്പോൾ അധ്വാനം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകളുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് അസാധാരണമായ ഒരു സാഹചര്യമാണ്, അസാധാരണ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇപ്പം നമ്മൾ അങ്ങനെ അതിനെ കാണണം. നമ്മളിവിടെ വിയർക്കുമ്പോഴൊക്കെ ആകണമെന്നില്ല, ചിലപ്പോൾ അമിതമായ അധ്വാനം കൊണ്ട് വിയർക്കുമ്പോഴാകാം. വാഷ് ജമ്പ് ഔട്ട് ഓഫ് വിൻഡോ, ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ തോന്നും. ഇൻഡിസ്പോസ്ഡ് ടോക്ക്, അയാളുടെ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ദ സിംപ്റ്റംസ് ആർ വേഴ്സ് വെൻ ഹി തിങ്സ് ഓഫ് ദം, അവയെക്കുറിച്ച്, ലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ മോശമാകുന്നു. വേദനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദന കൂടുന്നു. നീർക്കെട്ടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീർക്കെട്ട് കൂടുന്നു. ചൊറച്ചിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചൊറച്ചിൽ കൂടുന്നു. ടിമിഡ്, ഭീരുവാണ്, ഭീരുത്വമുണ്ട്. വൺ മൊമെന്റ് ഹീ ഈസ് ട്രാങ്കിൾ, ദ നെക്സ്റ്റ് ഹീ ഈസ് വയലന്റ്. ചിലപ്പോൾ വല്ലാതെ ശാന്തമായിരിക്കാം, ഒരു നിമിഷം ശാന്തമായിരിക്കുന്നു, അടുത്ത നിമിഷം വല്ലാതെ അക്രമോത്സവത കാണിക്കുന്നു. വിയറി ഓഫ് ലൈഫ്, ജീവിതത്തോട് മടുപ്പ്. വീപ്പിംഗ് ഡ്യൂറിങ് ചിൽ, കുളിരിൻ്റെ കാലത്ത് വല്ലാതെ ഇങ്ങനെ മോങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻ ഹിസ്റ്റീരിയ, ഇൻ സ്ലീപ്പ്, വിഭ്രാന്തിയുടെ സമയത്ത് ഉറക്കത്തിലൊക്കെ ഈ വിതുമ്പിക്കൊണ്ടിരിക്കാം കുളിരുണ്ടാകുന്ന സമയത്ത്.
വോട്ടിക്ക ഡ്യൂറിങ് ഹെഡ് ഏക്ക്, തലവേദനയുടെ സമയത്ത് തലകറക്കവും വരാം. വൈൽ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, തുറസായ വായുവിൽ നടക്കാൻ നേരത്തും തലകറക്കം വരാം. ലക്ഷണങ്ങൾ എത്രയോ വൈവിധ്യമാർന്ന സങ്കീർണമായ ലക്ഷണങ്ങളാണ്, ശാരീരികവും മാനസികമായ ലക്ഷണങ്ങൾ. അപ്പോൾ നിരവധി രോഗികളെ അർബുദത്തിൻ്റെ അവസ്ഥകളിൽ, സിഫിലിസിൻ്റെ അവസ്ഥകളിൽ, മനോവിഭ്രാന്തിയുടെ അവസ്ഥകളിലൊക്കെ മനുഷ്യരെ സഹായിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന നിരവധി ഔഷധങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നൊരു ഔഷധമാണ് ഓറം ആഴ്സനിക്കം. അതിനെക്കുറിച്ച് നമുക്ക് ശരിയായ രീതിയിൽ തുടർന്നൊരു എപ്പിസോഡുകൾ മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.